മതരാഷ്ട്രീയം എങ്ങനെ സാംസ്കാരിക രംഗത്തെ മലിനമാക്കുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മഞ്ജു വാര്യർക്കെതിരായ സൈബർ ആക്രമണം. കമൽ സംവിധാനം ചെയ്യുന്ന ആമി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ സമ്മതം അറിയിച്ചതാണ് മഞ്ജുവിനെ സൈബർ സംഘപരിവാറുകാർ വേട്ടയാടാൻ കാരണം. തങ്ങൾ വെറുത്തവരെ എല്ലാവരും വെറുക്കണം എന്ന ഫാസിസ്റ്റ് ശാഠ്യത്തിന് ഇപ്പോൾ മഞ്ജുവും ഇരയാ. പക്ഷേ ഇന്നവർ വികൃതമായ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നു. കമൽ സംവിധാനം ചെയ്യുന്ന ആമി എന്ന സിനിമയിൽ അഭിനയിക്കാം എന്ന് സമ്മതിച്ചതാണ് മഞ്ജു ആക്രമിക്കപ്പെടാൻ കാരണം. ആണധികാരത്തിന്റെ ഛന്ദസ്സിന് പുറത്ത് ജീവിച്ച മാധവിക്കുട്ടിയുടെ ജീവിതമാണ് മഞ്ജു അവതരിപ്പിക്കുന്നത്. രണ്ട് സ്ത്രീകളാണ് ഇവിടെ ഞാൻ കാണുന്നത്. അവരെ എന്തൊക്കെ ഫോഴ്സസ് ഉപയോഗിച്ചാലും, ആണധികാരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആ അധികാരത്തിനോട് കലഹിച്ചിട്ടാണ് രണ്ട് സ്ത്രീകളെ നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമാവാൻ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുവിധ ബേജാറും എനിക്കില്ല. കാരണം അത് മഞ്ജു ആണ് ചെയ്യാൻ പോകുന്നത്, മാധവിക്കുട്ടിയുടെ ജീവിതമാണ്. ഗുജറാത്ത് കലാപത്തിന്റെ രഹസ്യ സൂത്രധാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരഭോജിയാണെന്ന് വിമർശിച്ചതോടെയാണ് സംഘപരിവാർ കമലിനെതിരെ ആക്രമണം തുടങ്ങിയത്. ദേശീയഗാന വിവാദ വേളയിൽ അയുക്തികമായി കമലിനെതിരെ സംഘപരിവാർ രംഗത്തെത്തുകയും ഇന്ത്യ വിട്ടുപോകാൻ BJP നേതാവ് AN രാധാകൃഷ്ണൻ കമലിനോട് ആക്രോശിക്കുകയും ചെയ്തു. തൊട്ടുപിന്നാലെ അജ്ഞാതവും ദുരൂഹവുമായ കാരണത്താൽ ആമി എന്ന സിനിമയിൽ നിന്ന് ബോളിവുഡ് താരം വിദ്യാ ബാലൻ പിൻവാങ്ങി. എനിക്ക് ഒരുപാട് കൊല്ലത്തെ പരിചയമുള്ള ഒരാളാണ് കമൽ സർ. ഏറ്റവും സെക്യുലർ, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, ആ അർത്ഥത്തിൽ ട്രൂ ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ട് പിൻവാങ്ങാൻ വഴിയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ തരണം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്ന് അവർ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാരിയർ പെൺകുട്ടിയെ ഉപയോഗിച്ച് മുസ്ലിം അജണ്ട നടപ്പാക്കാനാണ് കമാലുദ്ദീൻ ശ്രമിക്കുന്നത് എന്ന് വിലപിക്കുന്നു സംഘപരിവാർ. കമാലുദ്ദീനെ കെണിയിൽ വീഴ്ത്താനുള്ള വിദണ്ഡവാദങ്ങളും നിരത്തി സംഘപരിവാറുകാർ. മഞ്ജു വാര്യർ ആയതുകൊണ്ടാണ് അവർ വേട്ടയാടപ്പെടുന്നത്. കാരണം ഒരു സംഘപരിവാർ ഭാഷ്യത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു മുസ്ലിം അജണ്ടയ്ക്ക് അമ്പാകുന്നത് ഒരു വാര്യർ കുട്ടിയാണല്ലോ. അപ്പൊ ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം മഞ്ജു വാര്യർ വേട്ടയാടപ്പെടുന്നത്. കാരണം അവരുടെ അജണ്ടയ്ക്ക് നമ്മളായി തന്നെ നിന്നു കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ. ഹിന്ദു എന്ന് മുസ്ലിം എന്ന് മാത്രമാണ് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ സംഘപരിവാർ കാണുന്നത്. അല്ലാതെ ആ ആർട്ടായിട്ടോ അല്ലെങ്കിൽ ഇതിപ്പോ എന്ത് സംഭവിക്കാം. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പല സിനിമകളും മദ്യപാനത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ പല നെഗറ്റീവ് തോട്ട്സിന്റെ കാര്യത്തിലും മലയാളി മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വിഷയത്തിന്റെ പകുതി പോലും ഈ ആമി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ എങ്കിലും അവർക്ക് ഇപ്പൊ മനുഷ്യരെ കാണേണ്ടത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ വിഭജനത്തിന്റെ പേരിൽ മാത്രമാണ്. കേരളത്തിലെ ലവ് ജിഹാദിന്റെ ആദ്യ ഇരയെന്ന് മാധവിക്കുട്ടിയെ വിശേഷിപ്പിച്ചുകൊണ്ട് കമൽ എങ്ങനെ സിനിമ എടുക്കണം എന്ന നിർണയവാദമാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെ സിനിമ എടുക്കണമെന്ന് നിശ്ചയിക്കാൻ കമലിനോ ഏത് സിനിമയിൽ അഭിനയിക്കണമെന്ന് നിശ്ചയിക്കാൻ മഞ്ജുവിനോ അധികാരമില്ലാത്ത സാംസ്കാരിക ദുരവസ്ഥ. ശ്വാസം തേടി വാതിൽ പടിയേറി കന്നീളം കാറ്റ്. കമൽ സർ മോദിജിയെ പറ്റി എന്തോ പറഞ്ഞു എന്നതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് TV ചർച്ചയിൽ മുഴുവൻ ഞാൻ കേൾക്കുന്നത്. കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ കമൽ സിനിമ എടുക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആണുങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു ഇടപാടിന്റെ കാര്യമാണ് എന്ന്. തീർച്ചയായിട്ടും നമുക്കറിയാം അത്തരം പ്രവണതകൾ ഇവിടെ വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ച് ഏതോ ഒരു മതവിഭാഗത്തിൻ്റെതല്ല, എല്ലാ മതവിഭാഗങ്ങളും, മതങ്ങൾ ഫോർ ദാറ്റ് മാറ്റർ എന്നും ഇതുപോലെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അവർ സ്ഥാപനങ്ങളാണ്, അവർക്ക് ചില നോംസ് ഉണ്ട്. ആ നിയമം തെറ്റിക്കുന്നവരെ ശിക്ഷിക്കാൻ അധികാരമുണ്ട് എന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അത് അവർ മഞ്ജു വാര്യറിന് എല്ലാ നിലയ്ക്കുമുള്ള ചാലഞ്ചസ് ഉണ്ട്. പഞ്ചാഗ്നിക്ക് നടുവിൽ തന്നെയാണ് മഞ്ജുവിൻ്റെ ഓരോ ദിവസവും. എല്ലാവർക്കും അവസാനം തിരിച്ചു പോകാവുന്ന ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പുറത്ത് നിന്നുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും സപ്പോർട്ട് സിസ്റ്റം പിൻവലിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് മഞ്ജു. അബ്സല്യൂട്ട്ലി ഐസൊലേറ്റഡ് പല നിലയ്ക്കും. അങ്ങനെയുള്ള ഒരാൾക്ക്
വേറെ ഒരു തരം ഒന്നുകൂടെ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. എനിക്ക് അസഹിഷ്ണുത പബ്ലിക്കായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ചിരിച്ചു കാണിക്കുന്ന ആൾക്കാർ അപ്പുറത്ത് പോയിട്ട് എൻ്റെ ജാതി അന്വേഷിക്കുന്നു, എൻ്റെ മതം അന്വേഷിക്കുന്നു, ഞാൻ അപ്പുറത്ത് പോയിട്ട് ഞാൻ എന്തായിരുന്നു ചെയ്തത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടമുണ്ട്. അതായത് ഇത് നമ്മൾ ഇപ്പം എന്നെ പോലെ ഒരാളുടെ ആർട്ടിസ്റ്റിന്, ഇപ്പം ഞാൻ അതിൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു തിയേറ്റർ പേഴ്സണായി നിന്നുകൊണ്ട് ഇപ്പോൾ സിനിമാ ലോകത്ത് ചെല്ലുമ്പോൾ എനിക്ക് പലപ്പോഴും മാറ്റെടുത്തലുകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. മതാത്മക രാഷ്ട്രീയം നമ്മുടെ സാംസ്കാരിക രംഗത്തെ മലിനമാക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് മഞ്ജു വാര്യർക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം. എന്നാൽ സന്നിഗ്ധ ഘട്ടത്തിൽ എത്ര താരപ്രമുഖർ മഞ്ജുവിന് പിന്തുണയുമായി രംഗത്തെത്തി എന്നതാണ് പരിശോധിക്കപ്പെടേണ്ട നിർണായക സംഗതി.